എങ്ങനെയെങ്കിലും യൂട്യൂബിൽ രക്ഷപ്പെട്ടു വരണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളെക്കൊണ്ട് അവർ പലതും ചെയ്യിക്കുന്നു. അവരുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്നാലും അവരുടെ ചാനൽ എങ്ങും എത്താതെ പോകുന്നു. ഒരു കാര്യം അറിയുക, ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് ഇല്ല എങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ ചാനൽ രക്ഷപ്പെട്ടില്ല. ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് സത്യമാണോ എന്നുള്ളത് ഒരു പ്രൂഫോട് കൂടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ കുറച്ച് പേരുണ്ട്, നിങ്ങളൊരു വീഡിയോ ഇറക്കുമ്പോൾ അതെല്ലാം വന്ന് കണ്ടതിന് ശേഷം ഞാൻ മുഴുവനും കണ്ടു, വീഡിയോ അസലായിരിക്കുന്നു, നിങ്ങൾ വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന നിങ്ങൾ. പക്ഷേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 100+ വ്യൂസ്, വാവ്, 600-ൽ പരം മിനിറ്റുകൾ, വാവ്. പക്ഷേ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ആരുടെ വീഡിയോസ് ആയിരുന്നാലും ഞാൻ മുഴുവൻ കാണുന്നു എന്ന് കള്ളം പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം. കാരണം ഇതെനിക്ക് വേണ്ടിയിട്ടല്ല. ഇന്നും മൂഢലോകത്തിൽ വസിച്ച് ആരൊക്കെയോ പറയുന്ന മണ്ടത്തരങ്ങൾ മാത്രം വിശ്വസിച്ച് വീഡിയോകൾ ഇറക്കുന്ന അല്ലെങ്കിൽ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. സോ ഒരു പുതിയ യൂട്യൂബറായിട്ട് നിങ്ങൾ വരുന്നു. നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാളും 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്ന പല കാര്യങ്ങളും, അവർ പറയുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഉപദേശങ്ങളായി കണ്ട് നിങ്ങളതെല്ലാം സ്വീകരിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും യൂട്യൂബിൽ രക്ഷപ്പെട്ടു വരണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളുടെ ദൗർബല്യമായി കണ്ട് നിങ്ങളെക്കൊണ്ട് അവർ പലതും ചെയ്യിക്കുന്നു. ഫേസ്ബുക്കിലും ട്വിറ്ററിലും വാട്സപ്പിലും ടെലഗ്രാമിലും ഒക്കെ പല ഐഡൻറ്റിറ്റികൾ ഉണ്ടാക്കി നിങ്ങൾ പല ദൗത്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്നു. വർഷങ്ങളായി ദൗത്യം ചെയ്തിട്ടും അവരുടെ ചാനൽ രക്ഷപ്പെടുന്നില്ല. അവരുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്നാലും അവരുടെ ചാനൽ എങ്ങും എത്താതെ പോകുന്നു. അതിനവർക്ക് ആകെ തരാനുള്ള ഉത്തരം എന്തെന്നാൽ, നമ്മൾ സ്ഥിരം വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ രക്ഷപ്പെട്ടില്ലേ, പിന്നെ ഡോളർ കുമിഞ്ഞുകൂടില്ലേ എന്നൊരു ഉത്തരം നൽകി അവർ എസ്കേപ്പ് ആവും. ദൗത്യത്തിലിടുന്ന വീഡിയോസിന് ഭയങ്കര വ്യൂസാണ്, കുറേ വാച്ച് അവർ കിട്ടുന്നു. പക്ഷേ നിങ്ങളുടെ മറ്റു വീഡിയോസിനോ ഇതല്ലേ അവസ്ഥ? വ്യൂസും ലൈക്സും കമൻസും ഒക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനാണ്. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് അല്ലെങ്കിൽ യൂട്യൂബിന് ആവശ്യം ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് ആണ്. അതെന്തെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം? ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്ന മുതലാളിമാർ നിങ്ങൾക്കത് പറഞ്ഞു തരില്ല. ഇന്നും അവരുടെ മണ്ടത്തരത്തിൽ നിങ്ങൾ വിശ്വസിച്ച് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരു കാര്യം അറിയുക, ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് ഇല്ല എങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ ചാനൽ രക്ഷപ്പെട്ടില്ല. ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയിലൂടെ എത്ര പ്രേക്ഷകരെ നിങ്ങൾ എത്ര സമയം പിടിച്ചിരുത്തുന്നു എന്നുള്ള കണക്കാണ്. സോ യൂട്യൂബ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം 50% മുതൽ 70% വരെ ആളുകളെ പിടിച്ചിരുത്താനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഒരു 70%, 80% വരെ നിങ്ങൾ ആളുകളെ നിങ്ങളുടെ വീഡിയോയിൽ പിടിച്ചിരുത്തുന്നു എങ്കിൽ നിങ്ങളുടെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളുടെ വീഡിയോയെ സജഷനിൽ കൊണ്ടുവരും, റെക്കമെൻഡേഷനിൽ കൊണ്ടുവരും. അങ്ങനെ നിങ്ങളുടെ വീഡിയോയ്ക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുഷ് കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റുള്ളൊരു വീഡിയോ ഞാൻ ഇറക്കിയിട്ട് ആ 5 മിനിറ്റും മുഴുവനും കണ്ട് പല ഐഡൻറ്റിറ്റികളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടില്ലേ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായേക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ദൗത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടിയേക്കാം. പക്ഷേ അതല്ല യൂട്യൂബിന് ആവശ്യം. സ്ഥിരമായി യൂട്യൂബ് എടുത്തു പറയുന്നൊരു പോയിൻ്റാണ്, സ്ഥിരമായി വീഡിയോകൾ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് കീപ്പ് ചെയ്യുന്ന ചാനലുകൾക്ക് അവർ ഉറപ്പായിട്ടും പ്രൊമോഷൻ നൽകിയിരിക്കും. ഇന്നും ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്ര മണിക്കൂർ കൊണ്ട് ഒരുപാട് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇത്ര ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ വൈറലായി മാറുമെന്ന്. എന്നാൽ അതെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമല്ല. യൂട്യൂബിന് ആകെ ആവശ്യം ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, ഇത്തരത്തിൽ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് കണ്ടമാനം വ്യൂസ് കിട്ടിയേക്കാം, ഒരുപാട് വാച്ച് അവർ കിട്ടിയേക്കാം. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ ഗണ്യമായ കുറവ് അതിൽ സംഭവിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെ ദൗത്യത്തിൽ ഏർപ്പെടുന്ന മറ്റു പലരും ശരിയായ രീതിയിലായിരിക്കില്ല ദൗത്യം ചെയ്യുന്നത് തന്നെ. ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതേ ദൗത്യത്തിൽ ഏർപ്പെടുന്നവർ മാസങ്ങളോളം, വർഷങ്ങളോളം ഇതേ രീതി പിന്തുടർന്നിട്ടും എന്തുകൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല? ഏതെങ്കിലും ഒരു വീഡിയോ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീഡിയോകൾക്കെല്ലാം ഇതേ ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് ഉണ്ടായിരിക്കണം. ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സ്വയം ചിന്തിക്കുക. ആ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് മുഴുവനായിട്ടും തന്നെ കണ്ടാൽ മാത്രമേ രക്ഷയുള്ളൂ. ഞാനിവിടെ വന്നിട്ട് പോയിട്ടുണ്ട് എന്ന് അറിയിക്കാനായിട്ട് കമൻറ്റിലൂടെ വന്നു പോകുന്ന കുറേ ചേട്ടന്മാരും ചേച്ചിമാരുമുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ചെയ്തോളൂ. നിങ്ങൾ 1 മിനിറ്റും 1.5 മിനിറ്റും കണ്ടിട്ട് ഇറങ്ങി പൊക്കോളൂ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോയ്ക്കും കമൻറ്റുകൾ വരുന്നുണ്ട്. നിങ്ങളൊരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട് പോകുമ്പോൾ എത്ര സമയമാണോ നിങ്ങൾ കാണുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ചാനലിലും ഓരോ ആളുകൾ വന്നു പോകുന്നത്. എന്ത് പറഞ്ഞിരുന്നാലും നന്നാവില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു അപേക്ഷയായിട്ട് നിങ്ങൾ കാണുക. 1 മാസം തുടർച്ചയായി വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ കയറി ക്ലിക്കാകുമെന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇടുന്ന കണ്ടൻറ്റുകൾ നല്ല കണ്ടൻറ്റുകളായിരിക്കണം, നല്ല ക്വാളിറ്റി വീഡിയോകളായിരിക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ടും പ്രയോജനമുള്ളൂ. ഈ ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് പേജ് പരിശോധിച്ച് നോക്കുക. അനലിറ്റിക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോയുടെയും പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ചാനലിൻ്റെ മുഴുവനായിട്ടുള്ള പെർഫോമൻസും നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങളുടെ പ്രേക്ഷകരെ അത്യാവശ്യം വീഡിയോയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയും മസ്റ്റായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി കുറച്ച് ടിപ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് നിങ്ങളുടെ എഡിറ്റിംഗ് തന്നെയാണ്. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ ആരും കാണാനില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര പേരല്ലേ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചൊരു കാരണവശാലും എങ്ങനെയെങ്കിലും ഇട്ട് തള്ളരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് നല്ല ക്വാളിറ്റി, ഇൻ കേസ് നിങ്ങൾക്ക് നല്ലൊരു കണ്ടൻറ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അവതരണം അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഈ എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടോപ്പിക് സെലക്ഷൻ. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്ക് അത് ആളുകൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കായിട്ട് വരിക. ഈവൻ നിങ്ങൾ ചെയ്യുന്നതൊരു കുക്കിംഗ് ആണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പാചക രീതി പലരും ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും അവരിൽ വ്യത്യസ്തമായിട്ടൊരു അവതരണ ശൈലി നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ വീഡിയോയിൽ മാത്രമായി കിട്ടുന്ന ഒരു അവതരണ ശൈലി ഉണ്ടെങ്കിൽ ഉറപ്പായും ആളുകൾ നിങ്ങളെ കണ്ടിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് ഒരു സ്ക്രിപ്റ്റ്. പല വീഡിയോകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പാചകമാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഒരുപാട് ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. ശ്വാസം വിടുന്നതായിരുന്നാലും ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒച്ചയായിരുന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയെ നശിപ്പിക്കും. അതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എപ്പോഴും തയ്യാറാക്കുക. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുക. അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ക്വാളിറ്റി 100% വർദ്ധിച്ചിരിക്കും. ഇനിയൊരു വീഡിയോ നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങളുടെ സമയം പ്രധാനമായും നോക്കുക. ഇൻ കേസ് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ പോലും അതിനകത്ത് അത്യാവശ്യമുള്ളത് മാത്രം സൂക്ഷിക്കുക. അനാവശ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ 2 or 3 തവണ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം വിലയിരുത്തുക. അനാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഭാഗം മുറിച്ചു മാറ്റുക. എത്ര മിനിറ്റുള്ള വീഡിയോ ആയിരുന്നാലും കണ്ടന്റ് മാത്രം അവതരിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ആർക്കും ബോറടിക്കില്ല. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫാക്റ്റാണ്, അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ആയിരുന്നാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നൊരു ഗ്രാഫിക്സ് പോലെ കാണിച്ചു പോകുന്നതും നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. വെറുതെ പ്ലെയിൻ ആയിട്ട് ഒന്നുമില്ലാണ്ട് ആദ്യം മുതൽ അവസാനം വരെ വെറുതെ ഒരു വീഡിയോ നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മാത്രം കണ്ടുവരുന്നതിന് പകരം നിങ്ങളുടെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജോ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അങ്ങനെ എന്തെങ്കിലും വിഷ്വൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാഫിക്സ് നിങ്ങളുടെ വീഡിയോയിൽ വരുത്തിക്കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് ഒരല്പം ഇൻട്രസ്റ്റ് തോന്നും. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി യൂട്യൂബിൽ രക്ഷയുള്ളൂ. അല്ലാണ്ട് ദൗത്യങ്ങൾ ചെയ്ത് ഇനി പച്ചപിടിക്കാമെന്ന് ആരും വിചാരിക്കരുത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി യൂട്യൂബിൻ്റെ ചാറ്റ് ടീമിനോട് തന്നെ ചോദിക്കാം. ഇനി എൻ്റെ അനലിറ്റിക്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ അനലിറ്റിക്സും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുകയാണ്. അത് കണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അത്രയും ഉപകാരം. അനലിറ്റിക്സിനകത്ത് കയറിയ ശേഷം നമ്മുടെ ഏറ്റവും ടോപ്പ് വീഡിയോസ് എടുത്ത് പരിശോധിക്കുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മുടെ വീഡിയോയുടെ ടോട്ടൽ ലെങ്തിൻ്റെ എത്ര ശതമാനം വരെയാണ് ആളുകൾ കണ്ടത് എന്ന് പരിശോധിക്കുക. ഓരോ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചായിരിക്കും എത്ര ശതമാനം എന്നുള്ളത്. കാരണം 54% വരെയൊക്കെയാണ് ഇവിടെ എൻ്റെ വീഡിയോസ് കണ്ടിരിക്കുന്നത്. യൂട്യൂബിൻ്റെ ഹെൽത്തി റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 50-നും 70-നും ഇടയ്ക്കാണ്. ഇത് മുഴുവനായിട്ട് ഞാനെടുത്ത് പരിശോധിക്കുന്നതാണ്. എൻ്റെ കംപ്ലീറ്റ് വീഡിയോസിൻ്റെ ലിസ്റ്റ് 28 ദിവസത്തെ എടുക്കാം, 365 ദിവസത്തെ എടുക്കാം, അങ്ങനെ എത്ര കണക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ഏതാണ്. ഇത് എൻ്റെ ചാനലിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ് ഡ്യൂറേഷൻ. ഇത് 365 ദിവസത്തെ ഉള്ളത്. ഇവിടെ ഒരു പോർഷനിൽ ഇൻട്രോ, കണ്ടിന്യൂസ് സെഗ്മെൻറ്റ്, സ്പൈക്സ് എന്നൊക്കെ പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അത് എടുത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാഫായിട്ട് കാണാം, നമുക്കൊന്നും മനസ്സിലാകില്ല. കാരണം ഈ ഒരു ഗ്രാഫ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സഡനായിട്ടൊരു ഡിക്ലിനേഷൻ ഉണ്ട്, അതായത് ഒരു താഴ്ചയുമുണ്ട്, ഒരു ഉയർച്ചയുമുണ്ട്. അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുമുണ്ട്. കണ്ടിന്യൂസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട്, അതായത് ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകുന്നുണ്ട്. സ്പൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നൊരു ഉയർച്ച. അതുപോലെ തന്നെ ഡിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നൊരു താഴ്ചയാണ്. ഇതിനെല്ലാത്തിനും ഓരോന്നിനും അർത്ഥങ്ങളുണ്ട്. അത് നമുക്കിവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത്
ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആളുകൾ സ്ഥിരം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്പൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ആളുകൾ ഓടിയെത്തുന്നു, അതായത് സ്കിപ്പ് അടിച്ച് വരുന്നു, സ്കിപ്പ് അടിച്ച് അവിടെ വന്നിട്ട് പിന്നെ അവിടെ തൊട്ട് കാണുന്നു. ഡിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ വരെ കണ്ടതിന് ശേഷം പെട്ടെന്ന് ആളുകൾ പുറകിലേക്ക് പോകുന്നു, അതായത് ബാക്ക് അടിച്ച് പുറത്തിറങ്ങി പോകുന്നു. സോ ഇവിടെ എൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കുകയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. സോ ഇതിൻ്റെ ഗ്രാഫ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതായത് ആദ്യം കുറച്ച് ആളുകൾ കാണുന്നുണ്ട്, പിന്നെ സ്കിപ്പ് അടിച്ച് പോകുന്നുണ്ട്. സ്കിപ്പ് അടിച്ച് പോകുമ്പോഴാണ് ആ ഗ്രാഫ് കുത്തനെ താഴെ വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ സ്റ്റഡി ആയിട്ട് ഈ ഒരു പോർഷനിലൊക്കെ ആളുകൾ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു പോർഷനിലൊക്കെയാണ് സ്കിപ്പ് അടിച്ച് വരുന്നതെന്ന് പറയുന്നത്. സോ അങ്ങനെ വന്നൊരു വീഡിയോയ്ക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ പ്രൊമോഷനും ഇവിടെ നിന്ന് കാണാം. കാരണം മന്ദഗതിയിലായിരുന്ന വീഡിയോയ്ക്ക് പെട്ടെന്നായിരുന്നൊരു ഉയർച്ച, ഏകദേശം 1600ഓളം വ്യൂസ് അവിടെ നിന്ന് തന്നെ കിട്ടി. അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം 120 വ്യൂസ് കിട്ടേണ്ടടുത്ത് 1600 വ്യൂസ്. സോ ഇങ്ങനെയാണ് യൂട്യൂബിൻ്റെ പ്രൊമോഷൻ. വീഡിയോ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി.